വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവവചനത്തിലൂടെ എനിക്ക് നൽകിയ ചില വെളിപ്പാടുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 5, 8, 9, 10 മിനിറ്റ് മിസ് ചെയ്യല്ലേ, സ്കിപ്പ് ചെയ്ത് പോകല്ലേ. നിങ്ങൾ കാണണം. ഇത് ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ സ്വർഗം വെളിപ്പെടുത്തിയ ചില വചന വെളിപ്പാടുകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ വലിയ വിടുതലായിരിക്കും. നമുക്കറിയാം, യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ഒത്തിരിയുടെ യേശുവിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ, അതുകൊണ്ട് therefore God highly exalted him and gave his name above every name. എല്ലാ നാമത്തിനും മീതെയുള്ള നാമം. ഇവിടെ ഞാനൊരു ഭാഗം നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16:19 സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കറിയാം, ഒരു പശ്ചാത്തലം കൂടെ ഒന്ന് പറഞ്ഞ് പെട്ടെന്നൊരു വെളിപ്പാട് തരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശിഷ്യന്മാർ വരും, മറ്റു മനുഷ്യപുത്രനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു? അവർ പറഞ്ഞു, ഇരമ്യാവ്, ഏലിയാവ്, പ്രവാചകന്മാരിൽ ഒരുത്തനെ, അല്ലെ യോഹന്നാൻ, ഇങ്ങനെയൊക്കെ പലരും പറയും. നോക്കി നിങ്ങളെന്ത് പറയുന്നു? അപ്പൊ പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ പെട്ടെന്ന് യേശു പറഞ്ഞു, ബെറിയോനാ ശീമോനെ, ജഡരക്തങ്ങളല്ല എന്റെ പിതാവത്രേ, നോട്ട് ബൈ ഫ്ലഷ് ആൻഡ് ബ്ലഡ്, മൈ ഫാദർ ഹു ഇസ് ഇൻ ഹെവൻ who revealed you. എന്റെ പിതാവാണിത് വെളിപ്പെടുത്തി. എന്നിട്ടാ പറയുന്നേ, നീ ശീമോനല്ല, നീ പത്രോസ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി, നീ പത്രോസ, നീ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. ഏത് പാറമേൽ? യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് ദൈവം അവന് കൊടുത്ത ആ പാറമേൽ. പത്രോസേ, നിന്റെ അറിവ് കൊണ്ട് ഞാൻ ദൈവപുത്രനാണെന്ന് നിനക്ക് ഒരിക്കലും പറയാനൊക്കത്തില്ല. ഞാൻ അതിനകത്തോട് സന്ദേശം തരാം. യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും ദൈവമാണെന്നും ബുദ്ധിമണ്ഡലങ്ങളിൽ ആർക്കും ഈ വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തണം. എൻ്റെ പിതാവ് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. യേശു വലിയ ആളാന്ന് പറയാം, അന്നത്തെ വലിയൊരു ചരിത്ര സംഭവമാണെന്ന് പറയാം. യേശു ദൈവമാണെന്ന് പറയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നിട്ട് പറയുകയാണ്, ആമേൻ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പിന്നെ പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗരാജ്യത്തിന് താക്കോൽ. ആർക്കാ സ്വർഗരാജ്യത്തിന് താക്കോൽ തരുന്നേ? കേൾക്കണമേ ജീവിതമേ, ആർക്കാ കൊടുക്കുന്നേ? യേശു ദൈവപുത്രനെന്ന് ഏറ്റുപറഞ്ഞവര്, വെളിപ്പെട്ടവര്, സ്വന്തം കർത്താവിന്റെ രക്ഷിതാവ് സ്വീകരിച്ചവരുടെ കയ്യിൽ സ്വർഗരാജ്യത്തിന്റെ, ദൈവരാജ്യത്തിന്റെ താക്കോലുണ്ട്. ചിലർ ചിന്തിക്കും പത്രോസിന്റെ കയ്യിലെ താക്കോലല്ല. ആ പത്രോസിനോട് പറയുന്ന യുഗങ്ങളിൽ ആ ദൂത് അതെല്ലാ വ്യക്തികളിലൂടെ ഏറ്റെടുക്കുന്നവരോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോല്. എന്നിട്ടാ പറഞ്ഞത്, ഇഫ് യു ലൂസ് ഓൺ എർത്ത് വിൽ ബി ലൂസ്ഡ് ഇൻ ഹെവൻ, ഇഫ് യു ബൈൻഡ് on earth will be bound. നീ ഭൂമിയിൽ അഴിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരിക്കാം, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് സ്വർഗവുമായി ബന്ധമുണ്ട്, മുകളുമായിട്ട് ബന്ധമുണ്ട്. ചില പറയത്തില്ല, അവർക്കൊക്കെ ഉയരത്തിലാ പിടി, അവർക്കൊക്കെ മേളിൽ വലിയ സ്വാധീനമാ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമുക്കറിയാം, ചില പറയത്തില്ല, ഞങ്ങൾക്ക് ഡൽഹിയിൽ, ഞങ്ങൾക്ക് ഇന്നടത്താണ്, അല്ലെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത്, ഞങ്ങൾക്ക് ചില സ്വാധീനങ്ങളുണ്ട്. ആ സ്വാധീനങ്ങളല്ല ഇവിടെ. അതിലൊക്കെ ഏറ്റവും ഉന്നതിന് മീതെ ഉന്നതൻ, അത്യുന്നതന്റെ മീതെ, അതിന്റെ മീതെ ജാഗരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഉന്നതന് മേലെ അത്യുന്നതൻ ജാഗരിക്കുന്നു. അതാണ് രാജാക്കന്മാരുടെ രാജാവ്. ആമേൻ, ഹല്ലേലൂയ. കർത്താക്കന്മാരുടെ കർത്താവ്. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ താക്കോൽ ഞാൻ തരുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്ന. സിമ്പിളായിട്ട് കാര്യമാണ്. അതേ വിശ്വാസത്തോടെ പറയുകയാണ്. ആ വിഷയം യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഞാൻ അഴിക്കെന്ന് പറയുമ്പോൾ റിമോട്ട് ഡോർ തുറക്കുന്ന പോലെ, 1-ാം വാതിലും 2-ാം കാവലും ഇരുമ്പ് വാതിലും പത്രോസിന് തുറന്ന പോലെ സ്വർഗത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വാതിലങ്ങ് തുറക്കുക. ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. വചനത്തിന്റെ വാതിലുകളെ തുറന്നു തരുന്ന പരിശുദ്ധാത്മാവിനാ ഞാൻ നന്ദി പറയുന്നു. അപ്പൊ ആ ഒരു വിശ്വാസത്തോട്, കർത്താവേ തുറക്കണേ തുറക്കണേ എന്ന് പറയുമല്ലോ. എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, എൻ്റെ നാമത്തിൽ, ആമേൻ, എൻ്റെ നാമത്തിൽ, മൈ നെയിം, ഓ ഹല്ലേലൂയ, those who believe this sign will be accompanying in their life. അത് അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. എൻ്റെ നാമം, ആ നാമത്തിൽ ഞാൻ നാമം നിങ്ങൾക്ക് തരുന്നു. ആ വിശ്വാസത്തോടെ, അതാണ് പത്രോസും
യോഹന്നാനും വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഗിവ് യു വാട്ട് വി ഹാവ്. ഞങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് തരികയാണ്. അതാണ് ആ മുടന്തൻ എഴുന്നേൽക്കുന്നത്. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിന്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാണ് നന്ദി പറഞ്ഞു. ദൈവമക്കളെ, പ്രിയരെ, ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ, കടഭാരമായിരിക്കാം, രോഗവിഷയമായിരിക്കാം, തലമുറയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തിലുള്ള വിഷയങ്ങൾ. പക്ഷെ നിങ്ങൾ പറയുക, ആ വിഷയം ഭൂമിയിൽ കർത്താവേ വാഗ്ദത്ത പ്രകാരം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ചില നിമിഷങ്ങൾ നിങ്ങൾ ചെലവഴിച്ചിട്ട് നിങ്ങൾ പറയുക, ഞാൻ ഇത് ഭൂമിയിൽ അഴിക്കുകയാണ്, ഞാൻ ഭൂമിയിൽ ഇത് തുറക്കുകയാണ്, ഭൂമിയിൽ ഈ വിഷയത്തിന്റെ മേൽ ആമേൻ ഞാനൊരു വാതിൽ തുറക്കുകയാണെന്ന് പറയുമ്പോൾ സ്വർഗവും തുറന്നിരിക്കും. ഭൂമി തുറന്നിട്ട് സ്വർഗത്തിൽ തുറന്നില്ലേ പറ്റത്തില്ല. ഭൂമിയിൽ നിങ്ങൾ തുറക്കുവാന്ന് പറഞ്ഞിട്ട് സ്വർഗം അവിടെ കൂടെ ഓപ്പൺ ആകുമ്പോൾ അത് വെളിപ്പെട്ട് വരും. ഓ, നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. പരിശുദ്ധാത്മാവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ തുറക്കുമ്പോൾ അത് സ്വർഗത്തിലും തുറന്നതിൻ്റെ അടയാളം ഇവിടെ മാനിഫെസ്റ്റേഷൻ നടക്കും. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്രൂസൈഡിന് ഞങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭവനത്തിൽ ചെല്ലുമ്പോൾ ശക്തമായൊരു മഴ പെയ്താൽ ഞങ്ങൾക്ക് അത് നടത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം അതിനു മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ അഴിക്കുന്നത് അല്ലെ ഭൂമിയിൽ കെട്ടുന്നത്. എലിയ സമസ്വഭാവമുള്ള മനുഷ്യൻ, അവൻ പ്രാർത്ഥിച്ചപ്പോൾ 3 ആണ്ടും 6 മാസവും ദേശത്ത് മഴ പെയ്തല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ഈ വചനത്തിൻ്റെ വളരെ മർമ്മം നിങ്ങൾ ആ വെളിപ്പാട് മനസ്സിലാക്കണം. വിശ്വാസത്തോടെ ഇത് പത്രോസിന് കൊടുത്താൽ എന്താ താക്കോലെന്ന് ചോദിച്ചാൽ, ബലാൽക്കാരാണ്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയവും ഭൗതികമായിട്ടുള്ളത് അവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അതെല്ലാം നിന്റെ മുമ്പിൽ ഞാൻ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ പോലും നമ്മുടെ പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും തുറക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു വീട് നിങ്ങളെ ഒരാളുകൊണ്ട് കാണിക്കുകയാണ്. നിങ്ങൾ ആ വീടിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ആ വീട് അടച്ചിട്ടിരിക്കുക. വീട് പുറകെ നോക്കുമ്പോൾ നല്ല മനോഹരമാണ്, പക്ഷെ നിങ്ങൾക്ക് അകത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. എങ്ങനെ നിങ്ങൾക്ക് യാതൊന്നും അറിയത്തില്ല. അപ്പോൾ ആ വീട്ടുകാരൻ, ആ വീട്ടുടയവൻ, അല്ലെങ്കിൽ വാടക റെൻറ്റിനാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാനാണെങ്കിൽ അവർ തുറന്ന് ഓരോന്ന് കാണിക്കുന്ന പോലെ പരിശുദ്ധാത്മാവാണ് തുറന്നു തരുന്നത്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വാതിലുകളെ തുറന്നു തരുന്ന പരിശുദ്ധാത്മാവ് ആ മുറിയുടെ ഓരോ മുറികൾ തുറക്കുന്ന പോലെ തന്നെ സൗഖ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ, അമേൻ, ഇനി അല്ല തിന്മയുടെ, ദുഷ്ടതയുടെ വാതിലുകൾ അടയ്ക്കാനാണെങ്കിൽ അത് അടയ്ക്കാനും, അതെല്ലാം ഈ ഭൂമിയിൽ ദൈവാത്മാവിനാൽ അങ്ങനെയാണ് വാഗ്ദത്തങ്ങൾ നിറവേറുന്നത്. അമേൻ. നിങ്ങളൊരു പ്രത്യേകിച്ച് റിമോട്ട് ഏറിയ പ്രത്യേക ഒരു സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ ദൈവത്തോട് പറയുകയാണ്. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് ആജ്ഞനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാർ, ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാക്കളായ ദൂതന്മാർ, കാലുകളിൽ തട്ടിപ്പോകാതെ കൈകൾ സൂക്ഷിക്കുന്ന ദൂതന്മാർ നിങ്ങൾ പറയുമ്പോൾ ആ ദൂതഗണങ്ങൾ നിനക്ക് വേണ്ടി ഇറങ്ങണ. ദൈവമേ, ഞാൻ റിലീസ് ഏഞ്ചലിക് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ, റിലീസ് എന്ന് പറയുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി റിലീസ് ചെയ്തിരിക്കും. ദൈവമേ, ഞാനിപ്പോൾ ഈ ചെറിയ സന്ദേശം ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരിക്കാം, ഒത്തിരി നിലവിളിക്കും. നല്ലത് തന്നെ ഇങ്ങനെ നിങ്ങൾ ഈ അധികാരം കൊണ്ടൊന്ന് ഉപയോഗിച്ച്, യേശുവേ നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നു. യേശുവേ നിന്റെ നാമത്തിൽ എൻ്റെ തലമുറ, എൻ്റെ ആ അടഞ്ഞു കിടക്കുന്ന ഗർഭപാത്രം യേശുവേ നിന്റെ നാമത്തിൽ തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ തടസ്സങ്ങൾ മാറാൻ, കർത്താവേ ആ കടക്കെട്ടുകൾ പൊട്ടിമാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നീ ഭൂമിയിൽ അഴിക്കുന്ന മുഴുവൻ സ്വർഗത്തിൽ അഴിയപ്പെടുക. 1000 അനുഭവങ്ങൾ ഈ 25 വർഷം കൊണ്ട് ദൈവം തന്ന വെളിപ്പാടുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രത്യേകിച്ച് ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു, വിടുതൽ ശുശ്രൂഷ ചെയ്യുന്നു ഞാൻ പറയുകയാണ്. അങ്ങനെ അധികാരം നിങ്ങൾ ഉപയോഗിക്കുക. യേശുവിന്റെ നാമത്തിൽ കരയുന്നതിന് പകരം അധികാരം ഉപയോഗിക്കുക. നിന്റെ മുമ്പിൽ തൂപ്പട്ടി പത്രോസിന് വെളിപ്പെട്ട പോലെ, നഥനയേലിനോട് പറഞ്ഞ പോലെ, നീ ഇതിലും വലിയത് കാണുമെന്ന് പറഞ്ഞ പോലെ വലിയ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവെ, പ്രത്യേകിച്ച് ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന മേൽ അധികാരത്തിന്റെ വെളിപ്പാട്, ആ നാമത്തിൽ ചില അധികാരത്തോട് കൽപ്പിക്കാൻ, ആ നാമത്തിൽ ചില മലകളോട് നീങ്ങിപ്പോയി പോകാൻ പറയുവാൻ, ആ നാമത്തിൽ ചിലതിനെ ബന്ധിക്കുവാൻ, ചിലതിനെ കെട്ടുവാൻ, ചിലതിൻ്റെ മേൽ ജയമെടുക്കുവാൻ. നീ ഭൂമിയിൽ കെട്ടുന്നത് കുഞ്ഞെ അങ്ങനെ നീ കൽപ്പിച്ച് ഒരു പ്രാവശ്യം നീ പറയുമ്പോൾ അത് വെളിപ്പെട്ടില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്താണ്. കാരണം വചനം സത്യമാണ്. നീ അതെന്തുമാത്രം ദൈവവചനം നീ ഉപയോഗിക്കുമോ അത്രയും നീ ശക്തനാകും, കരുത്തനാകും, അത്രയും ദൈവമാത്രം വെളിപ്പെടാനിടയാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആമേൻ. പ്രത്യേകം നിങ്ങളുടെ നല്ല കമൻറ്റുകൾ നിങ്ങൾ ചെയ്യാൻ മറക്കല്ലേ. ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.